അപ്രോക്സിമേറ്റ്ലി 24 മാർക്സ്, 24 മാർക്കുകൾ. യെസ് സർ, 80 മാർക്കിന്റെ ഇംഗ്ലീഷ് എക്സാമിൽ ഇത്തവണ നമ്മളോട് ഏകദേശം 24 മാർക്കിനാണ് ഗ്രാമർ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായ ഒരു ഗ്രാമർ ടോപ്പിക്കാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ. ഫോർ എക്സാമ്പിൾ, ഇത് 2024 ഫസ്റ്റ് ടേം എക്സാമിന്, ഓണം എക്സാമിന് ദ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന സെൽമ ലാഗർലോഫിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കംപ്ലീറ്റ് മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്. വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്തി നോക്കാം, എന്നിട്ട് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നോക്കും, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സെൽമ ലാഗർലോഫ് ആൻഡ് എ ഫാദർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സൂട്ടബിളി. നോക്കൂ, ഫാദർ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ് ഗ്ലാഡ് ടു സീ യു ഡോട്ടർ, ഗ്ലാഡ് ടു സീ യു ഡോട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. സോ ഇവിടെ അതിനുശേഷം ആ ഫാദർ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ നമ്മൾ വായിക്കുന്നു. ഐ ആം ഹിയർ ടു സീക്ക് യുവർ അഡ്വൈസ് ഓൺ റീപേയിങ് മൈ ഡെറ്റ്സ്. സോ ഐ ആം ഹിയർ, ഞാൻ ഇവിടെ വന്നത് ഇന്ന കാര്യത്തിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ചോദിക്കേണ്ടത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. നീ എന്തിനാണ് ഇവിടെ വന്നത്, നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ്. സോ എന്ത് എന്നുള്ളതിന് വൈ ആണ്. സോ ഇവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ആണ്. വൈ ആർ യു ഹിയർ, വൈ ആർ യു ഹിയർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ പറഞ്ഞു. അടുത്തത്, റീപേ ഡെറ്റ്സ്, ഡെറ്റ്സ് റീപേ ചെയ്യാനോ? എന്നിട്ട് വീണ്ടും ഇവിടെ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ഈ ക്വസ്റ്റന് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം സെൽമയുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് നോയിലാണ്. അപ്പോൾ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കാം. നോ, ഐ ഡോണ്ട് ഓ മണി ടു എനിവൺ. ഇല്ല, ഞാൻ ആർക്കും പൈസ കൊടുക്കാനില്ല. അപ്പോൾ ചോദ്യം, നീ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ എന്നാണ്. സോ ഇവിടെയുള്ള അതേ ഓക്സിലറി വെർബ് ഞാൻ മുകളിലേക്ക് എടുക്കുന്നു. ഡു യു ഓൺ മണി to anyone. Do you own money to anyone എന്നുള്ളതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വുഡ് യു മൈൻഡ്, അതിനുശേഷം ഫാദർ വുഡ് യു മൈൻഡ് വെച്ച് ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. നമുക്കറിയാം വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ്. വുഡ് യു മൈൻഡിന്റെ റൂൾ വളരെ സിമ്പിൾ ആണ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വേർബിന്റെ ING ഫോമാറ്റ് ഉപയോഗിക്കണം. ഇവിടെ നോക്കൂ, എന്താണ് ആൻസർ? സെൽമ ലാഗർലോഫ്, നോ. വുഡ് യു മൈൻഡിന്റെ പോസിറ്റീവ് ആൻസർ എന്താണ്? നോ. ഇല്ല, ഒരു കുഴപ്പമില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഐ ഓ. ഞാൻ എന്താണ് ഓ ചെയ്യുന്നത്, എന്താണ് കടം കൊടുക്കാനുള്ളത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്, വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്. ഒരുപാട് എക്സ്പ്ലെയിനിങ് ആയി. സോ വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ്, ഐ എം സോറി, വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് വാട്ട് യു ഓ, വാട്ട് യു ഓ. അടുത്തത്, അപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞു. അതിനുശേഷം യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് അമിസ്. ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സോ ഇവിടെ ഓക്സിലറി വെർബ് ആണ്. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് അമിസ്. സോ യു ആർ ഷുവർ, നിനക്ക് ഉറപ്പാണ് അല്ലേ എന്നാണ്. അതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കേണ്ടത്. സോ ആർ ഇൻ ടു ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ആർ ഇൻ ടു. നോ ഫാദർ, ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെയാണ് ഫാദർ. നോക്കൂ, ഇത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തീർത്ത ഒരു ആൻസർ ആണ്. നമുക്കിതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കാണുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ താങ്ക് യു എവറിബഡി ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.